Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് whipping creamന്റെ വീഡിയോ ആയിട്ടാണ്. ഇത് whipping cream powder വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിനു മുൻപ് മിക്സിയിൽ whipping cream തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതുപോലെ ഇതിൽ നമ്മളിപ്പം വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടോ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ whipping cream എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ക്രീം റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഡ്രീം വിപ്പിൻ്റെ ഒരു പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊരു 4 പാക്കറ്റ് ചെറിയ പാക്കറ്റിലുള്ള പൗഡറാണ് വരുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് എത്രത്തോളം മിൽക്കാണ് ഇതിലേക്ക് ചേർക്കേണ്ടതെന്നൊക്കെ. നല്ല തണുത്ത പാല് തന്നെ ചേർക്കുക. അപ്പോൾ ഒരു പാക്കറ്റിന് ഇതിൽ എഴുതിയിട്ടുള്ളത് 1/2 കപ്പ് പാലാണ്. അതായത് 115 ml ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല തണുത്ത പാല് തന്നെ എടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മിക്സിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഈ പൗഡർ ആഡ് ചെയ്തിട്ട് പാൽ ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് 2 പാക്കറ്റ് വേണമെങ്കിൽ അത് ചെറിയ ജാറാണെങ്കിൽ ഒരു പാക്കറ്റൊക്കെ മതിയാവും. വലിയ ജാർ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 പാക്കറ്റൊക്കെ ഒന്നിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മിക്സി കുറച്ച് നേരം ഓണാക്കിയിടുമ്പോൾ ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രീം സ്റ്റിഫായി കിട്ടാനായിട്ടാണ് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് 1/2 കപ്പ് പാലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ 1/2 കപ്പ് പാൽ ആദ്യം ചേർക്കുന്നില്ല. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എപ്പോഴും ചെയ്യുമ്പോൾ ഒരു 1/4 കപ്പ് ആദ്യം ചേർത്തിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. കാര്യം നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് പാല് വേണ്ടി വരില്ല. കാരണം കൂടുതൽ പാല് ചേർത്ത് കഴിഞ്ഞാൽ ലൂസായി പോവും. ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ 1/2 കപ്പും ചേർത്ത് കൊടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഇത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കാതെ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ക്രീം നന്നായി കിട്ടില്ല. ഇപ്പോൾ ക്രീം കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഐസിങ് ഷുഗർ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് ആയാലും കുഴപ്പമില്ല. കോൺഫ്ലവർ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതൊന്നുകൂടി സ്റ്റിഫ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് ഇത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. നമ്മൾ ഈ മിക്സി കുറേ നേരം ഇട്ട് അടിക്കുമ്പോൾ ക്രീം അങ്ങ് ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ട് ഇത് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ക്രീം ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 2-3 മിനിറ്റോളം അടിക്കുമ്പോൾ ഇത് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഒരു സോഫ്റ്റ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് ക്രീം ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടാനാണ്. നമ്മളിത് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ചെയ്യുന്ന പോലെ അല്ല. അപ്പോൾ മിക്സിയിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് മിക്സിയിൽ ഞാൻ whipping cream ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മിക്സി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു മിക്സി കേടായി പോവില്ലേന്ന്. പിന്നെ ചിലരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു മിക്സി കേടായി പോയെന്ന്. അപ്പോൾ ആ ഒരു മിക്സി തന്നെയാണ്, ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ നല്ല കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കേക്കിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ കട്ടിയായിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഞാൻ പൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് വിസ്കോ അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ല കൂടുതലായിട്ട് നമുക്ക് ക്രീം കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രീമിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. നമ്മൾ ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ചെയ്യുന്നതിനെക്കാട്ടിലും ക്രീമിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഞാനൊരു സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്രീം. പിന്നെ ഈ പൗഡർ വെച്ചിട്ട് ചെയ്യുന്ന ക്രീമിന് അത്ര അങ്ങോട്ട് വൈറ്റ് കളർ കിട്ടില്ല. പൗഡർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ലൈറ്റായിട്ട് നല്ലൊരു വൈറ്റ് കളറിൽ തന്നെ കിട്ടും. ഇത് മിക്സിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് വൈറ്റ് കളറിൽ ഇരിക്കാത്തത്. ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രീം കാണുമ്പോൾ മനസ്സിലാവും നല്ല സ്റ്റിഫായിട്ടാണുള്ളത്. നന്നായിട്ട് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായാലും നന്നായിട്ട് തന്നെ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് വരൂ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വിപ്പിംഗ് ക്രീം പൗഡറിൽ മധുരം ഉള്ളതാണ്. അതുപോലെ വാനില എസൻസും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ മധുരം ഇല്ലാത്തതാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, വാനില എസൻസും ചേർത്ത് കൊടുക്കണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്